ഈ എക്സ്പോ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിൽ നമ്മളിപ്പോൾ ആട്ടോ പോകുന്നത്. ഞാൻ അന്ന് വെറുതെ കണ്ടപ്പോൾ കയറിയതായിരുന്നു. പക്ഷേ എന്താ പറയുക, നല്ല എക്സ്പോ ആയിരുന്നു. ഒരാൾക്ക് 120 രൂപയായിട്ടാണ്, നമ്മൾ രണ്ടാൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എൻട്രിയൊക്കെ കണ്ട, എൻട്രി ഭയങ്കര രസമില്ലേ കാണാൻ. കണ്ണൻ ഭയങ്കര ആദ്യം അമ്മ എടുക്കണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നേ. പിന്നെ അവിടെ കയറി ഈ ഫോട്ടോസെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഇതായി. കാരണം ഓന് ഇങ്ങനെ ഈ മൃഗങ്ങളെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തന്നെ നമ്മൾ കയറിപ്പോകുന്നത് അബ്ദുൽ കലാമിൻ്റെ ഒരു പവലിയൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലേക്കാട്ടോ. അവിടെ എന്ന് വെച്ചാൽ ഫുൾ നമ്മളെ APJ അബ്ദുൽ കലാമിൻ്റെ എന്താ പറയുക സംഭവങ്ങൾ, അവർ പഠിച്ചതും അവർ ചെയ്ത കാര്യങ്ങളും അവർ ചെന്നൈയിലെ ഇതും എല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്ന സംഭവം. അത് നമ്മുടെ കുട്ടിയൊക്കെ ഭയങ്കര ഹെൽപ്പാട്ടാ. വെച്ചാൽ ഇത്രയും വലിയൊരു മനുഷ്യനെ നമുക്ക് നമ്മളെ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പരിപാടിയല്ലല്ലോ. നമുക്കിപ്പം ഇതാണ് അബ്ദുൽ കലാം അങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലാണ്ട് ഇതേപോലെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് ഇതാക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഒരു കാർട്ടൂൺ വേൾഡ് പോലത്തെ ഒരു പ്ലേസിലേക്ക്. കണ്ണനത് കണ്ടപ്പോഴത്തേനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഓനിങ്ങനത്തെ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, വൈൽഡ് ആനിമൽസ് ഭയങ്കര ഇഷ്ടം ഓന്. എന്നുവെച്ചാൽ വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. ഒന്നാമതിപ്പം നമ്മളെ പോലെ അല്ലല്ലോ, ഇപ്പം നെറ്റിൽ ഇതെല്ലാം കാണുന്നതുകൊണ്ട് ഓന് ഏറ്റവും ഇഷ്ടം വൈൽഡ് ആനിമൽസ്. പിന്നെ അതേപോലെ ഈ ഡൈനോസർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ആൾ ഓക്കെ ആയി. പിന്നെ ഫുൾ ടൈം ഇതായിരുന്നു. ഇതെല്ലാം അനങ്ങുന്ന സംഭവം കേട്ടോ. എല്ലാം ഇങ്ങനെ അനങ്ങി കളിക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ മസ്റ്റായിട്ട് നമ്മൾ കൂട്ടിപ്പോണ്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റെപ്പം പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ആകെ 2 സ്ഥലം കണ്ട് വെറുതെ പൈസ കൊടുത്തല്ലോ എന്നുള്ളൊരു അവസ്ഥയുണ്ടാവില്ല. പക്ഷേ ഇപ്രാവശ്യം കയറി കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് അങ്ങനെ വെറുതെ പൈസ കൊടുത്തല്ലോ എന്നുള്ള ഒരു ഇതും ഉണ്ടാവില്ല. കാരണം പിള്ളേർക്ക് കാണാൻ ഒരുപാട്, പിള്ളേർക്ക് എന്നല്ല നമുക്ക് കാണാൻ തന്നെ ഒരുപാടുണ്ട്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അക്വേറിയം, കംപ്ലീറ്റ് ഇങ്ങനെ മീനിൻ്റെ സംഭവത്തിലേക്കാണ്. മീനിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഭയങ്കര ഇതുണ്ടാവുമല്ലേ. എൻ്റെ വോയിസ് ഇനിയും ശരിയായില്ല കേട്ടോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വോയിസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ, ക്ഷമിക്കുക. എത്രയും ശരിയാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളർ മീൻ നമ്മൾ പെറ്റ് സ്റ്റേഷനിലായിരുന്നു ഇത്രയല്ല കുറച്ചൊരു ഭാഗം കണ്ടത്. ഇത് ഇപ്പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ അപ്പുറം എന്നാന്ന്. ഞാൻ വിചാരിച്ചത് ആൾക്കാർ അവിടെ നല്ല ഫോട്ടോസ് എടുക്കുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ബ്ലൂ കളറൊക്കെ കൊടുത്തിട്ട് നല്ല ഉണ്ടായിരുന്നു ആ കളറ്. പിന്നെ ഇതിൽ കുറേ മീൻ, നമുക്ക് കാണാത്ത കുറേ മീനുകളുണ്ടായിരുന്നു. അതായിരുന്നു കുറച്ചും കൂടി ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളെപ്പം കാണുന്നത് സ്ഥിരം മറ്റേ എന്താണ് സ്റ്റാർ ഫിഷ്, പിന്നെ ഷാർക്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരിക്കുമല്ലോ. ഈ കളർ ഫിഷ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരിക്കും. അല്ല കണ്ട് മതിയായ ഐറ്റംസ് ആയിരിക്കും. ഒരേ സെയിം ഇത്. പിന്നെ എന്താ പറയുക, ഒരു മണ്ണ് പിടിച്ച് പൊടി പിടിച്ച പോലത്തെ ഒരവസ്ഥ അങ്ങനത്തെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം വെറൈറ്റി ആയിട്ട് കുറേ പുതിയ മത്സ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും പോണ സ്ഥലമാണ് ഇത്. ഉറപ്പായിട്ടും നിങ്ങൾ പോകണം, നല്ല രസമായിരുന്നു കാണാൻ. ഒരുപാട് മീനുകളുണ്ട്. കുറച്ച് നമ്മൾ എന്താ പറയുക, ചെറിയൊരു അക്വേറിയം അല്ല, വലിയൊരു അക്വേറിയം, അതിൽ കുറച്ച് മീൻ, ആ പരിപാടിയല്ല. ആ അക്വേറിയത്തിൽ നിറച്ച് മീനുകളായിരിക്കും. നമുക്കിങ്ങനെ കാണുന്നതോറും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൂടി വരും. ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഇതായിരിക്കും, നല്ല രസമാണ്. വരുന്നത് ഇത് നോക്കടാ, എല്ലാം കൂടി ഈട മാത്രം നിൽക്കുന്ന എന്ത് രസാ. തോന്നി
ഇതെനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അവർ നമ്മളുമായിട്ട് ടാറ്റ പറയും. അങ്ങനെ നമ്മൾ അവരോട് ഇതാക്കുമ്പോൾ അവർ സംസാരിക്കുന്നില്ല, അവർ ഇതാക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഫുൾ ടൈം ഇതിലിങ്ങനെ ഇരിക്കണ്ടല്ലേ. 2 ആൾക്കാരായിട്ട് ഉണ്ടായത്, 2 ആണുങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ഭയങ്കര അയ്യോ ഇങ്ങനെ ഇരിക്കുമല്ലേ ഫുൾ ടൈം ആയിരിക്കില്ല. ചിലപ്പോൾ അവർ ആൾക്കാർ മാറുന്നുണ്ടാവുമായിരിക്കും. മുന്നേ ഇതിൻ്റെ പരസ്യത്തിൽ വേറെ റീൽസിലായിട്ട് ഞാൻ കണ്ടത് ലേഡീസിനെയായിരുന്നു. പക്ഷെ ഞാൻ പോയ സമയത്ത് ഇവരുണ്ടായത്. പക്ഷെ നല്ല രസമുണ്ട് അവർ കാണാൻ. കന്യകന്മാർ അല്ലേ, അതായിരുന്നു കൂടുതലും. പിള്ളേർക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ശരിക്കും ആദ്യമായിട്ട് അത് എക്സിബിഷൻ കാണാൻ വന്നിട്ട് പൈസ കൊടുത്തിട്ട് അത് മുതലായും തോന്നിയത് ഇതാദ്യമായിട്ട് കേട്ടോ. ശരിക്കും നല്ല മുതലായ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളെ ബേർഡ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഈ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ട് ഇതന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബേർഡ്സിനോട് ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ട് ഞാനവിടുന്ന് വേഗം വിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം കണ്ട സാധനങ്ങൾ തന്നെയാണ്. പെറ്റ് സ്റ്റേഷനിൽ പോയിട്ട് കുറേ കണ്ടുകൊണ്ട് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഓവറായിട്ട് അത് നോക്കാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറം ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതായിരുന്നു. പിന്നെ കണ്ണുക്ക് ഇഷ്ടമായതുകൊണ്ട് അവരടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മളെ മേളകൾ. വമ്പിച്ച മേളകൾ. ഇവിടെ 80 റുപ്യക്ക് ഇതുണ്ടായിരുന്നു കേട്ടോ, പില്ലോ കവർ രണ്ടെണ്ണം 80 റുപ്യ. അത് നല്ല ലാഭമായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലത്. പിന്നെ നമ്മൾ വേറെ ഒന്നും മേടിച്ചില്ല. ഫുൾ പണ്ട് ലിറ്ററേച്ചർ മേടിച്ചുകൊണ്ട് എനിക്ക് ബുക്സിനോട് കുറച്ച് ഇഷ്ടമായിരുന്നു. അപ്പോൾ ബുക്സിന് പൈസ കുറവായിരുന്നു. ഞാൻ കണ്ണുക്ക് 2 ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കളറിങ് ബുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു കേട്ടോ. എല്ലാം കൂടി 230 ആയിട്ടുള്ളൂ. ഇത് കോലാപ്പൂരി ചെരുപ്പ് എല്ലായിടയ്ക്കും പോയി ഞാൻ നോക്കും, പക്ഷേ ഭയങ്കര പൈസയോട് ഞാൻ എടുക്കുകയില്ല. പിന്നെ ഞാൻ വള മേടിച്ച്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ മൾട്ടി കളർ വള നല്ല രസമില്ലേ. ഇനി 120 പറഞ്ഞത്. പക്ഷേ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെടി വിത്തുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ നോക്കി നടക്കാനല്ലേ കൂടുതൽ ഇഷ്ടം. ഇത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, കോട്ടണിലത്. പിന്നെ 100 രൂപേൻ്റെ പാൻറ്റൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല. പിന്നെ അച്ചാർ നല്ല മണമായിരുന്നു. എനിക്കൊന്ന് കഴിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഒഴിവാക്കി. പിന്നെ ഇവർ ടോയ്സെല്ലാം മേടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും മേടിച്ചു കൊടുത്തില്ല, വേഗം അങ്ങ് പുറത്തേക്ക് ഇറക്കി. പിന്നെ നമ്മൾ നേരെ പോയത് ഇവരെ ഈ സ്റ്റാൾസ് ഉണ്ടാവില്ലേ, അത് കാണാനല്ല, അവിടെ എന്തെങ്കിലും ഗോപി എന്തെങ്കിലും മേടിച്ച് തിന്നണം എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുല്ലൊരു പരിപാടി, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ കാണുക. മറ്റേ ബേൽപൂരി മസാലപ്പൂരി മറ്റേ ഇതിൽ പറയുന്ന പോലെ അങ്ങനെയൊക്കെ കാണും. പക്ഷെ എങ്ങനെ പോയാലും നമ്മളെ കയ്യിൽ ആകെ വരുന്നത് ഗോപി. ഈ മറ്റേ നമ്മൾ ഫലൂദ കഴിക്കൂലേ, ഈടെ പോയിട്ട് എന്ത് പറഞ്ഞാൽ ലാസ്റ്റ് ഫലൂദയിലേക്ക് എത്തൂലേ, അതേ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന പിന്നെ മസാലപ്പൂരി ഒന്ന് കഴിച്ചു നോക്കാം. പക്ഷെ ഒരു കോണും ഉണ്ടായില്ല. കണ്ണനും വേണ്ടിയിട്ടില്ല, ചിവിയും തിന്നിട്ടില്ല. ഞാൻ തന്നെ എല്ലാം തീർക്കേണ്ടി. കാരണം പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, തിന്നെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ തിന്നേണ്ടി വന്നു. പിന്നെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റൈഡ്സിലൊന്നും അങ്ങനെ ആരും കയറുന്നൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം കാലിയായിരുന്നു. പിള്ളേർക്കൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കാലിയായിരുന്നു. അങ്ങനെ കാര്യമായിട്ട് ആരും കയറുന്നൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തൊട്ടിൽ കാണുമ്പോൾ ജിഷിയും ഞാനും മുന്നേ കയറിയതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു. അത് കയറിയിട്ടുണ്ടമ്മേ ഞാൻ ഭയങ്കര പൂക്കൽ പിടിക്കായിരുന്നു. പണ്ടൊക്കെ കയറും, ഇപ്പം അങ്ങനെ ഭയങ്കര പേടിയാണ്. ഞാൻ അഭിയേട്ടനോട് ആകാശത്തൊട്ടിൽ കയറാമെന്ന് പറയുന്നത്, പക്ഷെ അഭിയേട്ടന് താല്പര്യമില്ല. പിന്നെ നമ്മൾ